മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് പുഴുവരിച്ച ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നണികൾ. മേപ്പാടിയിൽ വിതരണം ചെയ്തത് സെപ്റ്റംബറിൽ സന്നദ്ധ സംഘടന നൽകിയ അരിയെന്ന് ഭക്ഷ്യ കമ്മീഷന് ADM റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം ജില്ലാ ഭരണകൂടം എത്തിച്ച ലോഡിൽ കാലപ്പഴക്കമുള്ള അരി ഉണ്ടെന്ന് ആരോപിച്ച് T. സിദ്ദിഖ് MLA നേതൃത്വത്തിൽ UDFും പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ദുരന്തബാധിതർക്ക് വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ പഴകിയ വസ്തുക്കൾ ഉൾപ്പെട്ട സംഭവത്തിലാണ് വിജിലൻസ് അന്വേഷണം. പഞ്ചായത്ത് വിതരണം ചെയ്തത് പഴയ സ്റ്റോക്കാണോ എന്നതും പഞ്ചായത്തിന് ലഭിച്ച ഭക്ഷ്യധാന്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കും. ദുരന്തബാധിതർക്ക് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട് ആരുടെ വീഴ്ചയെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. CPM പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ റവന്യൂ വകുപ്പിനെയും സർക്കാരിനെയും പഴിച്ചാണ് കോൺഗ്രസും BJPയും സമരരംഗത്തുള്ളത്. കിറ്റ് വിവാദത്തിൽ മേപ്പാടി പഞ്ചായത്തിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ കിറ്റുകൾ കെട്ടിക്കിടക്കുന്ന കൈനാട്ടിയിലെ സംഭരണ കേന്ദ്രം തുറക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും സമരം ചെയ്തു. ഒരു ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തത്തോടു കൂടിയല്ല അത് സൂക്ഷിച്ചിരിക്കുന്നത്. 3 ക്വാളിറ്റി അഷ്യൂർ ചെയ്യാതെ ഈ സാധനങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ കൊടുത്തുവിടുക. ദുരന്തബാധിതരായ ആളുകൾ മോശമുള്ളതാക്കുന്ന സാധനം കഴിക്കാനുള്ള ആളുകളല്ല. അവരെ അങ്ങോട്ട് നടത്തിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത് തുറന്നു പരിശോധിക്കണം എന്നുള്ളത് കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ADMനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടികൾ സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടം നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ കൃത്യമായി വിതരണം ചെയ്യാതെ പഴകിയ കിറ്റുകൾ മേപ്പാടി പഞ്ചായത്ത് ദുരന്തബാധിതർക്ക് നൽകിയെന്നാരോപിച്ചായിരുന്നു മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്കും ഭക്ഷ്യഗോഡൌണിലേക്കും DYFI പ്രവർത്തകർ സമരം സംഘടിപ്പിച്ചത്. അതേസമയം മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് DYFI പ്രവർത്തകർക്ക് നേരെ മേപ്പാടി പോലീസ് കേസെടുത്തു. അമൃത ന്യൂസ്, വയനാട്.